എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എത്രയൊക്കെ പറഞ്ഞിട്ടും, എത്രയൊക്കെ യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ പറഞ്ഞിട്ടും കണ്ണുവട്ടന്മാരെ പോലെ, ബധിരരെ പോലെ ഇതൊന്നും എന്താ പറയുക, ഉൾക്കൊള്ളാതെ പെരുങ്കള്ളങ്ങൾ, അല്ലേ, കല്ലുവെച്ച കള്ളങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് അപഹാസ്യരാകുകയാണ് കേരളത്തിലെ CPM-ഉം CPM-നെ പിന്തുണയ്ക്കുന്ന റിപ്പോർട്ടർ ചാനൽ പോലെ, കൈരളി ചാനൽ പോലുള്ള മാധ്യമങ്ങൾ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ അറിയാലോ, പിണറായി വിജയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പിണറായി വിജയൻ പറഞ്ഞത്, പിണറായി സെബിക്ക് കത്തയച്ചു എന്നാണ് പറഞ്ഞത്. പിണറായി വിജയൻ സെബിക്ക് ഒരു കത്തയക്കുന്നു. കാരണം അദാനി കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പാലിക്കാതെയാണ് സെബിക്ക് മുമ്പിൽ ഈ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച്, അതായത് വിഴിഞ്ഞം പോർട്ടിന്റെ 49%, വിഴിഞ്ഞം പോർട്ടിന്റെ അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, വിഴിഞ്ഞം പോർട്ടിലെ അദാനിയുടെ ഓഹരി കേട്ടോ, അദാനിയുടെ ഓഹരിയിൽ നിന്ന് 49%, അതല്ലാതെ കേരള സർക്കാരിന്റെ ഓഹരിയല്ല, അദാനിയുടെ ഓഹരിയിൽ നിന്ന് 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആഗോള ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള ആ നീക്കം, ഇതുമായി ബന്ധപ്പെട്ടിട്ട് സെബിക്ക് ഇവർ കൊടുത്ത ഈ അപേക്ഷ, ഇത് നിയമപ്രകാരമല്ല. ആദ്യം കേരള സർക്കാരിനെ അറിയിച്ചില്ല. ഇത് ഏറ്റവും വലിയൊരു കരാർ ലംഘനമാണ്. അതുകൊണ്ടൊക്കെ ഇത് തള്ളണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വകക്ക് കൊള്ളാത്ത, ഒരു ബോധവും വിവരവും ഇല്ലാത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് സെബിക്ക് ഒരു കത്ത് കൊടുത്തത്രേ. ഇയാൾ ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തം, ഏറ്റവും വലിയ പൊട്ടത്തരം. ആരോ ഇയാൾക്ക് ഈ ബുദ്ധി ഉപദേശിച്ച് ബ്രിട്ടാസ് ആയിരിക്കണം, അല്ലെങ്കിൽ കിണറേഷ് ആയിരിക്കണം. അങ്ങനെ ബ്രിട്ടാസോ അല്ലെങ്കിൽ കിണറേഷോ ഈ രീതിയിലുള്ള ഏതോ ഒരു മണുഗുണാഞ്ചൻ ഉപദേശിച്ചു കൊടുത്ത പോലെ പിണറായി വിജയൻ ഇത്തരത്തിലുള്ളൊരു ഭീമമായ പൊട്ടത്തരം ചെയ്തു. എന്നിട്ട് അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാനിതാ, കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ അദാനിയുടെ സ്വന്തം ആളാണ്. ആര് പറയാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷം അദാനി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ട്ണറാണ്. എന്താ പറഞ്ഞത്? അദാനി എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് അദാനിയെ പൊക്കിക്കൊണ്ട് നടന്ന, അദാനിയെ AKG സെന്ററിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് അവിടെ സൽക്കരിച്ച, കഴിഞ്ഞ ഈ ഉദ്ഘാടനം, 1ാം ഘട്ട ഉദ്ഘാടനത്തിന് അദാനിയുടെ ബലൂണുകൾ പറപ്പിച്ചുകൊണ്ട് കുടുംബസമേതം ആ പരിപാടിയിൽ പങ്കെടുത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന, എനിക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല കേട്ടോ, അയാളാണ് ഇപ്പം പറയുന്നത് അദാനി എന്ന് പറയുന്നത് ആരുടെ ആളാണ്? VD സതീശന്റെ ആളാണ്. CPM 3ാം തവണയും പിണറായി വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ VD സതീശനെ വിമാനത്തിൽ മംഗളൂരിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഡീൽ എന്നൊക്കെയാ പറയുന്നത്. അസംബന്ധ വർത്തമാനങ്ങൾ പറയുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പൊ സെബിക്ക് ഇങ്ങനെ ഒരു കത്തയക്കുകയാണ് പിണറായി വിജയൻ. ഇത് ചെയ്തത്, അദാനി ചെയ്തത് തെറ്റായിപ്പോയി. അദാനി UDF സർക്കാരിനെ, അതായത് VD സതീശൻ സർക്കാരിനെ അറിയിച്ചില്ല, VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ അറിയിച്ചില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം? ഈ അപേക്ഷ തള്ളണം, അദാനിയുടെ അപേക്ഷ തള്ളണം. ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസമാണ് തോന്നുന്നു, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ, അങ്ങനെയാണ് പറയാ, ഡോക്ടർ അരുൺകുമാർ എന്തൊക്കെ വിവരക്കേട് ഉളുപ്പില്ലാതെ അവതരിപ്പിക്കാൻ പറ്റുമോ, അതായത് റിപ്പോർട്ടർ ചാനലിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന 1ാം സ്ഥാനം മുതലാളിക്കാണ്, മരംകൊത്തി മുതലാളിക്ക്, അല്ലെ, ആന്റോ അഗസ്റ്റിൻ എന്ന് പറയുന്ന മുട്ടിൽ മരമുറി കേസിൽ പ്രതിയായ, കഴിഞ്ഞ 5 വർഷവും പിണറായി വിജയനെ സോപ്പിട്ട് ആ കേസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കോട കൊടുത്ത് വശത്താക്കി ആ കേസൊക്കെ ഇങ്ങനെ അമർത്തി വെച്ച അഗസ്റ്റിൻ മുതലാളി, ആന്റോ അഗസ്റ്റിനാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരങ്ങൾ, ഏറ്റവും വലിയ പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ കേട്ടിട്ട് ഇവിടെ സ്മൃതിയും മാധുവും സുനിലും ഒക്കെ എന്ത് ചെയ്യും? അടക്കിപ്പിടിച്ച പരിഹാസ ചിരിയോടെ, അങ്ങനെ പറയണം അല്ലെ, അവരുടെ മുഖത്ത് നോക്കിയാൽ ഇയാൾ പറയുന്ന പൊട്ടത്തരൊക്കെ കേട്ടിട്ട്, വങ്കത്തരൊക്കെ കേട്ടിട്ട് ഇവർക്ക് മാധുവിനൊക്കെ പല പ്രാവശ്യം ചിരി പൊട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്കൊന്നും അറിയില്ല, എന്താ പറയാ, മൊയന്താണ് അല്ലെ, കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ മൊയന്താണ് ഈ ആന്റോ അഗസ്റ്റിൻ മുതലാളി. അതോടെ കിടക്കട്ടെ. അയാൾ കഴിഞ്ഞാൽ ആ ചാനലിൽ ഏറ്റവും വലിയ പൊട്ടത്തരം പറയുന്ന ആളാണ് ഈ ഡോക്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അരുൺ എന്ന് പറയുന്ന ആൾ. ഈ അരുണാണ് കഴിഞ്ഞ ദിവസം ഈ സെബിയിൽ അദാനി കൊടുത്ത അപേക്ഷ, ഇതാ ബിഗ് ബ്രേക്കിംഗ്, എന്താ പറയുന്നത്? ബിഗ് ബ്രേക്കിംഗ്. റിപ്പോർട്ടർ TVയുടെ മണ്ണാങ്കട്ട പുഴുങ്ങി തിന്നടോ. എന്ത് ബിഗ് ബ്രേക്കിംഗ് ആണ് ഇതൊക്കെ? പിണറായി വിജയൻ നേരത്തെ സെബിക്ക് കത്തയച്ച പോലെ അമ്മാതിരി ലോക വിഡ്ഢിത്തം. ഇതൊക്കെ ആൾക്കാരിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ല നിങ്ങൾ.
കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറയുന്നത് പിണറായി വിജയനേക്കാൾ, മനസ്സിലാക്കിക്കോ, പിണറായി വിജയനേക്കാൾ, കിണറേഷിനേക്കാൾ, ബ്രിട്ടാസിനേക്കാൾ, ഈ പറയുന്ന മൊട്ട അരുണിനേക്കാൾ ബുദ്ധിയും വിവേകവുമുള്ളവരാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും കേട്ടോ. അവര് വെറും കൈരളി മാത്രം കാണുന്നവരല്ല, അവര് ഈ റിപ്പോർട്ടർ TV മാത്രം കാണുന്നവരല്ല. അവര് കേരളത്തിലെ എല്ലാ സംഭവ വികാസങ്ങളും അവർ വിവിധങ്ങളായ ചാനലുകളിലൂടെ, വിവിധങ്ങളായ ഇത്തരത്തിലുള്ള ന്യൂസ് സോഴ്സുകളിലൂടെ അവർ അറിയുന്നുണ്ട് കേട്ടോ. അവരിനിയും ഈ രീതിയിൽ നിങ്ങൾ പൊട്ടന്മാരായി കണക്കാക്കരുത്. നിങ്ങളാണ് അഖില ലോക പൊട്ടന്മാർ, മനസ്സിലാക്കിക്കോ. എടോ, ഇവിടെ എന്താണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നാടിന്റെ വികസനത്തെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉണർന്നെണീറ്റുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾക്കെതിരെ തെരുവിലിറങ്ങേണ്ടതാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കഴിഞ്ഞ 10 വർഷം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട ഈ വിഴിഞ്ഞം പദ്ധതി അല്ലേ, ഇവര് പറയുന്നത് കല്ലിട്ടിട്ടേ ഉള്ളൂ. കല്ലെങ്കിലും ഇട്ടിട്ടുണ്ട് ഇവർ സമ്മതിച്ചല്ലോ, അതേതായാലും നന്നായി. ഏതായാലും കല്ലിടുക എന്ന് പറഞ്ഞാൽ അദാനി എന്ന് പറയുന്ന ഈ ഷിപ്പിംഗ് രംഗത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തുറമുഖ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ അദാനിയെ കൊണ്ട് ഇതിന്റെ കരാറെടുപ്പിച്ച് അത്തരത്തിൽപ്പെട്ട് ഈ വിഴിഞ്ഞം പദ്ധതിയെ, കഴിഞ്ഞ കാലം വരെ വിഴിഞ്ഞം എന്ന് പറഞ്ഞ പ്രദേശത്ത് തന്നെ കേരളത്തിലുള്ള ആൾക്കാർക്ക് കൂടി വിഴിഞ്ഞം എന്താണെന്ന് അറിയില്ലായിരുന്നു. ആ പറയുന്ന വിഴിഞ്ഞം ഇന്ന് ലോക പ്രശസ്തമാണ് വിഴിഞ്ഞം. അതുകൊണ്ടാണല്ലോ ലോകത്തിലെ കപ്പൽ വ്യവസായ രംഗത്തെ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഷിപ്പിംഗ് രംഗത്തെ ഭീമനായ ഈ MSC കമ്പനി ഇവിടെ മുതൽ മുടക്കാൻ എത്തിയത്, ഈ ഷെയർ വാങ്ങാൻ എത്തിയത്. എന്തുകൊണ്ടാണ്? ലോകം മുഴുവൻ ഇപ്പോൾ വിഴിഞ്ഞത്തറിയാം, വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ അറിയാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും സാധ്യതകളുള്ള തുറമുഖമായി വിഴിഞ്ഞം മാറിയെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ക്രെഡിറ്റ് ആർക്ക് നമ്മൾ കൊടുക്കണം? ഉമ്മൻചാണ്ടിക്ക് തന്നെ കൊടുക്കണം കേട്ടോ. അതല്ലാതെ പിണറായി വിജയനല്ല, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള VS-നല്ല, അതിനു മുമ്പുള്ള നായനാർക്കല്ല, ആർക്കുമല്ല ഇതിന് കൊടുക്കേണ്ടത്. ഉമ്മൻചാണ്ടിയാണ് ഇതിനുള്ള എല്ലാ കടമ്പകളും നീക്കിക്കൊണ്ട് ഇവർ പറഞ്ഞ പോലെ കല്ലിട്ടെങ്കിൽ കല്ലിട്ടു അല്ലേ. അത് കഴിഞ്ഞിട്ട് 10 വർഷം ഈ പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. കാരണം ഇവർക്ക് ഒരു ശ്രദ്ധയുമില്ലായിരുന്നു. കാരണം നാടിന്റെ വികസനമായിരുന്നില്ലല്ലോ. പിണറായി വിജയന്റെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനമായിരുന്നില്ല, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കലായിരുന്നില്ല. ആകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സ്വന്തം മകൾ, സ്വന്തം മകൻ, സ്വന്തം മരുമകൻ. അത് മൂന്നേ ഉള്ളായിരുന്നു പിണറായി വിജയന്റെ ലിസ്റ്റിൽ. മാത്രമല്ല ആ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട CPM നേതാക്കൾക്ക് മുഴുവൻ അവർക്ക് താല്പര്യം അവരുടെ മക്കൾ, അവരുടെ മരുമക്കൾ, അവരുടെ ഭാര്യമാർ. അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ കഴിഞ്ഞ 10 വർഷം കേരളം യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2016 ഉമ്മൻചാണ്ടി തന്നെ അധികാരത്തിൽ വരേണ്ടതായിരുന്നു. അല്ലെങ്കിൽ കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥകൾ മൂലം ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ ആ സ്ഥാനം രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ ഒക്കെ 2016 ഏറ്റെടുത്തിരുന്നു എങ്കിൽ എന്ന ഒരു കാര്യമാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ 2011 ഉമ്മൻചാണ്ടി ഭരണത്തിന് ശേഷം 2016 2021 ഇവിടെ UDF സർക്കാരാണ് അധികാരത്തിൽ എങ്കിൽ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി മൂലം കേരളം നമ്പർ 1 ആകുമായിരുന്നു. കേരളം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനമായി കേരളം മാറുമായിരുന്നു കേട്ടോ. ഒരു സംശയമില്ല. ആ 10 വർഷത്തെ വികസന മുരടിപ്പിന് ഏക ഉത്തരവാദി ആരാണ്? പിണറായി വിജയനാണ്. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ സതീശൻ അറിയാം എങ്ങനെ വിഴിഞ്ഞത്തെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ വിഴിഞ്ഞത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സമുദ്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഈ തീരപ്രദേശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ കേരളത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കാം, വികസന പാത എങ്ങനെ വെട്ടിത്തുറക്കാമെന്ന് വളരെ കൃത്യമായി സതീശൻ അറിയാം. സതീശന് ആ രീതിയിലുള്ള വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട്. അതാണ് സതീശന്റെ ഈ ബഡ്ജറ്റിൽ, ഒന്നാമത്തെ ഈ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കണ്ടത് കേട്ടോ. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ സതീശൻ അറിയാം സാമ്പത്തികമായി എങ്ങനെ ഈ സംസ്ഥാനത്തെ ഏറ്റവും വികസന കുതിപ്പിലേക്ക് ഉയർത്താമെന്ന് സതീശൻ അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സതീശൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോഴാണ് അതിനെയും പാറവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, കേരളത്തെ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും ബ്രിട്ടാസും അങ്ങനെയുള്ള സകലമാന ഈ കുത്തിത്തിരിപ്പുകാരും രംഗത്തെത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സെബിക്ക് കത്തയക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽപ്പെട്ട വ്യാജമായ പ്രസ്താവനകൾ, വ്യാജമായ പ്രതിഷേധങ്ങൾ. വിഴിഞ്ഞത്തൊക്കെ പ്രതിഷേധ സമരമാണ്. എന്താണ്? വിൽപ്പന. വിഴിഞ്ഞത്തെ വിൽക്കുന്നു. അങ്ങനെയാ പറയുന്നത്. വിഴിഞ്ഞം പോർട്ടിനെ വിൽക്കുന്നു, വിഴിഞ്ഞം പോർട്ടിനെ വിൽപ്പന നടത്തുന്നു. അതിനെതിരെ സമരം, CPM-ന്റെ സമരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം അപഹാസ്യരാണ് ഇവരെന്ന് ആലോചിച്ച് നോക്കിയാ. വിഴിഞ്ഞത്തെ വിൽക്കാൻ പറ്റുള്ളൂ?
ഞാൻ ഈ അന്തംകമ്മികൾ, എന്റെ വീഡിയോ കാണുന്ന അന്തംകമ്മികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കുകയാണ്, എടോ നിങ്ങൾ കരുതുന്നുണ്ടോ വിഴിഞ്ഞം പ്രോജക്റ്റിനെ വിൽക്കാൻ പറ്റുമോ? അദാനിക്ക് വിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ കരാർ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കണ്ട, എങ്കിലും നിങ്ങൾക്ക് ഈ കരാറിന്റെ വിശദാംശങ്ങൾ കുറെയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇത് യഥാർത്ഥത്തിൽ അദാനി പാട്ടത്തിനെടുത്തതല്ലേ? അദാനിയുടെ മുതൽ മുടക്ക് എത്രയാണ് ഇതിൽ? 2454 കോടി രൂപയാണ് അല്ലെ? 2454 കോടി രൂപയാണ് ആര് മുടക്കിയത്? അദാനി മുടക്കിയത്. അതിലാർക്കും സംശയമില്ലല്ലോ. 2454 കോടി രൂപ അദാനി മുടക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2028 ആകുമ്പോഴത്തേക്ക് 19,000 കോടി കൂടി മുടക്കാമെന്ന് അദാനി പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു 200, 300, 400, 500 കോടി കൂടി ഇതിൽ മുടക്കിയിട്ടുണ്ടാവാം. ഏതായാലും അദാനിയുടെ മുടക്ക് എന്ന് പറയുന്നത് 2454, ഇനി മുടക്കാൻ പോകുന്നത് 19,000 കോടി എന്ന് പറഞ്ഞാൽ ആകെ ഒരു 22,000 കോടി രൂപയാണ് ഇതിൽ അദാനിയുടെ മുടക്ക്. കേരളത്തിന്റെ മുടക്ക് എത്രയാണ്? അദാനി 2454 മുടക്കിയപ്പോൾ കേരളം മുടക്കിയത് 5595 കോടി. അദാനി മുടക്കിയതിനേക്കാൾ ഇരട്ടി കേരളം മുടക്കിയിട്ടുണ്ട്. ഇത് അദാനിയുടെ സ്വകാര്യ പോർട്ടല്ല. അദാനിക്ക് വിൽക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാണോ ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം? ഈ ആൾക്കാരെ പൊട്ടന്മാരാക്കണം. എന്തൊരു വിഡ്ഢിത്താ നിങ്ങൾ ചെയ്യുന്നത്? ഈ കേരളത്തിന്റെ 5595 ഈ കഴിഞ്ഞ നിയമസഭയിൽ പറയുന്നത് 3765 കോടി ഇതുവരെ കേരളം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കേരളം ഇതുവരെ കൊടുത്തത് 3765 കോടിയാണ്. ശ്രദ്ധിക്കണേ, കേരളം ഇതുവരെ കൊടുത്തത് 3765 കോടിയാണ്. കൊടുക്കുക എന്ന് പറഞ്ഞത് എത്രയാണ്? 5595. ഇനിയും കൊടുക്കാനുണ്ട്. 2028 ആകുമ്പോഴത്തേക്ക് ആയിരിക്കുമെന്നല്ല, കരാറിലെ വ്യവസ്ഥകളാണ്, കൊടുക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അദാനിയേക്കാൾ ഷെയർ ഉള്ളത് ആർക്കാണ്? കേരളത്തിനാടോ? എന്താ നിങ്ങൾക്ക് സംശയം? ഇതിന്റെ ഭൂമിയും ഇതിന്റെ കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെതാണോ? അദാനി എന്ന് പറയുന്ന അദാനിക്ക് പാട്ടത്തിന് കൊടുത്തതാണ്. ഏതുവരെ? 2055 വരെ. 2055 വരെ പാട്ടത്തിന് കൊടുത്തതാണ്. അപ്പോഴാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ അദാനിക്ക് ഒരു സൗജന്യം കൂടി ചെയ്തു കൊടുത്തു. ഒരു 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. കാരണം പണിയടഞ്ഞ് നീങ്ങുകയായിരുന്നു. പണിയടഞ്ഞ് നീങ്ങിയത് അദാനിയുടെ കുറ്റം കൊണ്ടല്ല, പിണറായി സർക്കാരിന്റെ കുറ്റം കൊണ്ടാണ് എന്ന് അദാനി സ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ അദാനി എഴുതി വാങ്ങിച്ചു ഒരു അനുബന്ധ കരാർ. സംശയം ഉണ്ടാർക്കെങ്കിലും? സംശയം എടുത്ത് നോക്കടോ. ഉമ്മൻചാണ്ടി കൊടുത്തതിന് ശേഷം ഉമ്മൻചാണ്ടി 2055 ഇതിന്റെ പാട്ടക്കരാർ അവസാനിക്കുന്ന കാലഘട്ടമായിരുന്നു 2055. അതല്ല, ഒരു 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കുകയാണ് കേരളം അദാനിക്ക്. അങ്ങനെ 2060 അത് കഴിഞ്ഞിട്ട് ആ കരാറിൽ ഒരു ക്ലോസ് കൂടിയുണ്ട്. ഏറ്റവും ഭംഗിയായി അദാനി ഇത് നടത്തുകയാണെങ്കിൽ, എന്താണ് ഏറ്റവും ഭംഗിയായി ഒരു നിയമവും ലംഘിക്കാതെ അദാനി പോർട്ട് 2055 വരെ നടത്തുകയാണെങ്കിൽ, 2055 പിണറായി 2060 ആക്കി കൊടുത്തു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 20 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ 2080 വരെ. ആലോചിക്കണം. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആരും 2080 ഒന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ലല്ലോ. പക്ഷേ അവരുടെ മക്കളോ അവരുടെ ചെറുമക്കളോ ആ കാലത്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അദാനിയുടെ പേരക്കുട്ടികൾ 2080 2026 ഇപ്പോ അല്ലേ? 2080 ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം അവർ നിർത്തും എന്ന് പറഞ്ഞാൽ അവർ അതിൽ നിന്നൊഴിയും. അതാണ് കരാറിലെ വ്യവസ്ഥ. ഇതൊന്നും അറിയാതെ ഇപ്പൊ സംഭവിച്ചത് എന്താണ്? MSC എന്ന് പറയുന്ന കേരളം മുഴുവൻ കൈയടിച്ചുകൊണ്ട് ഇവരെ വരവേൽക്കേണ്ടതാണ്. കേരളം രക്ഷപ്പെടാൻ പോവുകയാണ്. MSC എന്ന് പറയുന്ന ആഗോള ഷിപ്പിംഗ് രംഗത്തെ ഭീമൻ വിഴിഞ്ഞത്ത് മുതൽ മുടക്കാൻ എത്തുന്നു എന്ന് പറയുമ്പോ ഇത് MSCയുടെ മാത്രം കാര്യമല്ല, ലോകമാകെയുള്ള ഇത്തരത്തിൽപ്പെട്ട വിദേശത്ത് മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ ഇത് അറിയുകയാണ്. കേരളത്ത് വിഴിഞ്ഞം പോർട്ടിൽ ഇതാ ആരാണ് മുതൽ മുടക്കാൻ പോകുന്നത്? 13,000 കോടി മുതൽ മുടക്കാൻ പോകുന്നു MSC. അങ്ങനെയോ? എങ്കിൽ ഞങ്ങൾക്കും അവിടെ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് ലോകമാകെയുള്ള ഇത്തരത്തിൽപ്പെട്ട കമ്പനികൾ അവർ വിവരം തിരക്കും. കാരണം ഇന്നലെ വരെ ഇവിടെ ഭരിച്ചത് ഇത്തരത്തിൽപ്പെട്ട വ്യവസായങ്ങളെ മുഴുവൻ വിടുന്ന ഓടിപ്പിക്കുന്ന ഏറ്റവും പ്രതിലോമപരമായി മാത്രം കേരളത്തെ ആകെ ചവറ്റുകൊട്ടയിലേക്ക് എറിയാൻ ദൃഢനിശ്ചയമെടുത്ത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു കേരളം ഭരിച്ചിരുന്നത് കഴിഞ്ഞ 10 വർഷം. അതല്ല, ഇവിടുത്തെ പുതിയൊരു വ്യാവസായിക അന്തരീക്ഷം ഉടലെടുത്തിരിക്കുന്നു. ഇത് ഭരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനാണ് എന്ന് വളരെ കൃത്യമായ ഒരു മെസ്സേജാണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ തുരങ്കം വെക്കണം. ഇവർക്ക് ഇതിനെ തുരങ്കം വെക്കണം എന്ന് പറഞ്ഞാൽ VD സതീശന്റെ ഭരണകാലത്ത് ഒരു തരത്തിലുള്ള വികസനവും കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലിയൊരു അവസരത്തെ ഇവരെന്ത് ചെയ്യുന്നത് അറിയോ? ഈ രീതിയിൽ തുരങ്കം വെക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്,
ഈ സെബിക്ക് അദാനി ഈ ഒരു അപേക്ഷ കൊടുത്തു, ഇതിൽ എന്തോ വലിയ തെറ്റായി പോയി. അതാണ് അരുൺകുമാർ പറഞ്ഞത്, റിപ്പോർട്ടർ ടിവിയിൽ പറഞ്ഞത്. ഇതാ ഞങ്ങളുടെ ബിഗ് ബ്രേക്കിംഗ്, ഇതാ അപേക്ഷ കൊടുത്തിരിക്കുന്നു. എടോ പൊട്ട, ഇത് മനസ്സിലാക്കേണ്ടത് പൊട്ട എന്ന് ഞാൻ വിളിച്ചത് ഒരാൾ മാത്രമല്ല, പൊട്ടന്മാരെ എന്ന് വിളിക്കണം, ബഹുവചനത്തിൽ പൊട്ടന്മാരെ എന്ന് വിളിക്കണം. ആരെ മുതൽ? ഈ പിണറായി വിജയന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി കൊടുത്ത, പിണറായി വിജയന് ഈ സെബിക്ക് ഇത്തരത്തിൽപ്പെട്ട ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത, പിണറായിയുടെ എല്ലാ PM-മാരും അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട പിണറായിയുടെ എല്ലാ പെട്ടിതൂക്കികളും അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇതിൽ അദാനി ഒരു തരത്തിലുള്ള ക്രമക്കേടും നടത്തിയിട്ടില്ലടോ. ഇതൊക്കെയാണ് സാധാരണ ചെയ്യേണ്ടത്. ഇത് വീണ്ടും നിങ്ങൾ ഈ കേരളത്തെ അറിയിച്ചിട്ടില്ല, സതീശനെ അറിയിച്ചില്ല, സതീശൻ അറിയില്ല എന്ന് പറഞ്ഞു, സതീശനും അദാനിയും തമ്മിലുള്ള ഡിങ്കോൾഫി എന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? ഞാൻ ഒരിക്കൽ കൂടി പറയാം, വളരെ കൃത്യമായി പറയാം. ഈ ഒരു ഡീലിൽ, അതായത് MSC കമ്പനി ഈ 49% ഷെയർ, വീണ്ടും ഓർമ്മിക്കണം, ഇത് കേരളത്തിന്റെ ഷെയർ അല്ല, ഈ വിഴിഞ്ഞത്തിന്റെ ഷെയർ അല്ല, അദാനിയുടെ ഷെയറിൽ നിന്ന് 49% അദാനിയുടെ ഷെയർ എത്രയെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണേ. 2454 പ്ലസ് അദാനി മുടക്കാൻ പോകുന്ന 19,000 കോടി, അതുകൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 27,000 കോടിയുടെ മൂല്യമാണ് അദാനി ഇതിന് നിശ്ചയിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ബിസിനസ്, ഇതാണ് കച്ചവടം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ തോമസ് ഐസക് മനസ്സിലാക്കേണ്ടത്, KN ബാലഗോപാൽ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടത്, അല്ലേ? ആകെ മുടക്കിയത് എത്ര? 2454 മാത്രം മുടക്കി. ഒരു പക്ഷേ 300-400 കോടി കൂടി മുടക്കിയിട്ടുണ്ടാവും. വെറും ഒരു 3000 കോടി മാത്രം മുടക്കിയിട്ട് അദാനി തന്റെ ആ നിക്ഷേപത്തിന് വിലയിട്ടത് എത്രയാണെന്നറിയോ? എത്രയാണ്? 27,000 കോടി. അതിന്റെ 49% വിൽപ്പന നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെക്കുലേഷൻ ആണ്, ഒരു അഭ്യൂഹമാണ് എന്ന് പറഞ്ഞാൽ എയറിൽ നിന്നാണ് അദാനി ഇത്തരത്തിൽപ്പെട്ട മൂലധന നിക്ഷേപം ഉണ്ടാക്കുന്നത്. നിങ്ങൾ അതിശയിച്ചു പോകും. ഇതാണ് പുതിയ കാലത്തെ ഈ എന്താ പറയാ എക്കണോമിക്സിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടുപഠിക്കണം കേരളം, കണ്ടുപഠിക്കണം. പക്ഷേ സതീശൻ കണ്ടുപഠിക്കും, സതീശൻ അറിയാം ഇതൊക്കെ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്നറിയോ? അദാനി 2454 കോടിയും പിന്നെ ഒരു 100-300 കോടി കൂടി മുടക്കിയിട്ടുണ്ട്. അത്ര മാത്രം മുടക്കിയിട്ട് 2028 ആകുമ്പോഴത്തേക്ക് ഞാനൊരു 19,000 കോടി കൂടി ഇതിൻ്റെ അകത്ത് മുടക്കും. അപ്പോഴത്തേക്ക് ഇതിന്റെ മൂല്യം ഏതാണ്ട് 27,000 കോടിയായി മാറും. അതിൽ നിന്ന് 49% നിങ്ങൾക്ക് തരാന്ന് പറയുമ്പോൾ MSC കമ്പനി അത്ര ബോധം വിവരമില്ലാത്ത കമ്പനിയല്ലല്ലോ. ലോകമാകെ ഇത്തരത്തിലുള്ള പോർട്ടുകളിൽ ഇത്തരത്തിൽപ്പെട്ട ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന MSC കമ്പനി, ഏറ്റവും കൂടുതൽ കപ്പലുകളുള്ള MSC കമ്പനി ഇവിടെ മുതൽ മുടക്കാൻ തയ്യാറാകുന്നത് ഇതിന്റെ സാധ്യത കണ്ടുകൊണ്ടാണ്. അല്ലാതെ അദാനി പറയുന്നത് മുഴുവൻ വിഴുങ്ങിയിട്ടല്ല. MSC കമ്പനിക്ക് അറിയാം 27,000 അല്ല, അതിന്റെ 10 ഇരട്ടി ഇവിടെ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്ന് MSC കമ്പനിക്ക് അറിയാം. അതുകൊണ്ടാണ് MSC കമ്പനി ഇതിൽ മുടക്കുന്നത്. 13,000 കോടി മുടക്കാമെന്ന് പറയുന്നത്. ഒറ്റയടിക്കൽ ആദ്യം 5,000 കോടി, പിന്നീട് 8,000 കോടി, അങ്ങനെ 2028 ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന 13,000 കോടി ഇതിൽ മുടക്കും. അപ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണ്? വിഴിഞ്ഞം എന്ന് പറയുന്ന അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിലെ നമ്പർ 1 തുറമുഖമായി മാറുകയാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? അദാനിയുടെ 2454 കൊണ്ടാണ് അദാനി കളികളൊക്കെ കളിക്കുന്നത്. അതിന്റെ 2 ഇരട്ടി ഉണ്ടോ കേരളത്തിന്റെ മുതൽ മുടക്കത്തില്. കേരളത്തിൽ എന്തൊക്കെ കളികൾ കളിക്കാം? അദാനിയുടെ അതേ മാനേജ്മെന്റ് വൈദഗ്ധ്യം ഇവിടെ VD സതീശൻ പ്രയോഗിക്കുകയാണെങ്കിൽ എത്ര കോടികൾ, എത്ര ശതകോടികൾ വിദേശ മൂലധനം ഇവിടേക്ക് കൊണ്ടുവരാം. കേരളത്തിനും വിൽക്കാലോ. അദാനി വിറ്റ പോലെ എന്നല്ല, അദാനി കൈമാറിയ പോലെ. അദാനി കൈമാറിയ വിൽക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. തുറമുഖം 1-2 വിൽക്കുകയല്ല, ഇതിന്റെ ഓഹരി കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ അദാനി ഓഹരി കൈമാറ്റം ചെയ്തതുപോലെ കേരളത്തിൻ്റെതായ ഓഹരികൾ കൈമാറ്റം ചെയ്യാം. 49%. VD സതീശൻ നാളെ ചെയ്യാൻ പോകുന്നത്, ചെയ്യേണ്ടത് ഇതാണ്. കേരളത്തിന്റെ ഈ പറയുന്ന 49% ഷെയറുകൾ ഏതെങ്കിലും വിദേശ കമ്പനികൾക്ക് കൈമാറണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലക്ഷം കോടികളാണ് ഇവിടേക്ക് മൂലധന സ്വരൂപമായി വരുന്നത് എന്ന് പറഞ്ഞതിന്റെ സാധ്യതകളാണ് കേട്ടോ. പക്ഷെ കഴിഞ്ഞ 10 വർഷം CPM-ന്റെ മണ്ണുകൂടാഞ്ചന്മാർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇവർക്കാകെ ഇൻകുലാബ് വിളിക്കാം, സിന്ദാബാദ് വിളിക്കാം, എങ്ങനെ വിഴിഞ്ഞം പൂട്ടിപ്പിക്കാം, അതാണ് ഇപ്പൊ നടത്തുന്നത്. ഇപ്പൊ ഇവരൊക്കെ ഒരു ഉളുപ്പില്ലാതെ പറയുന്നത് അറിയാം, MSC പൊയ്ക്കോട്ടെ, MSC വേണ്ട, MSC-നെ ഓടിപ്പിക്കണം, ഈ കരാർ വേണ്ട. എന്താണ് അതിന് കാരണം? ഇവര് കരാറ് തെറ്റിച്ചു. എന്ത് കരാറാണോ തെറ്റിച്ചത്? MSC എന്ത് കരാറാണോ തെറ്റിച്ചത്? പിണറായി വിജയ എന്ത് കരാറാ തെറ്റിച്ചത്? സെബിക്ക് കത്ത് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അരുൺകുമാർ പറഞ്ഞ പോലെ ഇതാ ബിഗ് ബ്രേക്കിംഗ്, ഇതാ കത്ത് കൊടുത്തിരിക്കുന്നു. എടോ, ഇതൊക്കെ വളരെ പരസ്യമായി കൊടുക്കുന്നതാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു ഓഹരി കൈമാറ്റത്തിൽ ഇതുകൂടി മനസ്സിലാക്കിക്കോ. ഇത്തരത്തിൽപ്പെട്ട ഒരു കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്ന് ആ ഷെയർ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഇവരാദ്യം അതിനൊരു വില നിശ്ചയിക്കും, അല്ലെ? ഇതിനൊരു വില നിശ്ചയിച്ച് അതിന് മുന്നേ ഒരുപാട് ബാർഗൈനിങ് ഒക്കെ നടക്കും.
അതൊരു 1-2 ദിവസം കൊണ്ട് നടക്കുന്നതല്ല. ഒരുപക്ഷെ മാസങ്ങളെടുത്ത് ചർച്ചകൾ നടത്തിയിട്ട് എത്ര ഷെയർ വാങ്ങണം, അതിനുള്ള വില എന്തായിരിക്കണം എന്നൊക്കെ അവർ തീരുമാനിച്ചിട്ട് അവരൊരു ബൈൻഡിങ് അഗ്രിമെന്റ് ഉണ്ടാക്കും. ഇതാണ് ആദ്യം. അല്ലാതെ ഇതൊന്നും അറിയാതെ ആദ്യം പോയി കണ്ട് ഇവരുടെ വിചാരം എന്താ അറിയോ, ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദാനി ആദ്യം തന്നെ സതീശന്റെ അടുത്ത് പോയി പറയണം, അല്ല ഞാൻ എന്റെ ഷെയർ ഇങ്ങനെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിങ്ങനെ ആരെങ്കിലും ഒക്കെ വാങ്ങണം എന്നാണ് പറയേണ്ടത്. എടോ, നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു തീരുമാനം ഉണ്ടാവണ്ടേ? ആ തീരുമാനമാണ് ഒരു ബൈൻഡിങ് അഗ്രിമെന്റ് ഇവർ ഉണ്ടാക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിന് വി ഡി സതീശനെ അറിയിക്കുന്നു വേണ്ട, അറിയിക്കരുത്. ഒരു സതീശനെ അറിയിക്കേണ്ട കാര്യമില്ല, ഒരു പിണറായി അറിയിക്കേണ്ട കാര്യമില്ല. ഇത് അദാനിക്ക് മാത്രം ചെയ്യാവുന്ന, അദാനി മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അദാനി ഏത് കമ്പനിക്കാണോ ഷെയർ കൈമാറ്റം ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയുമായി ഒരു ബൈൻഡിങ് അഗ്രിമെന്റ്, തത്വത്തിലുള്ള ഒരു ധാരണ അതുണ്ടാക്കി കഴിഞ്ഞു, അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത് എന്താ അവർ ചെയ്യേണ്ടത്? രണ്ടാമത് പോയിങ്ങാണ്ട് കേരള സർക്കാരിന്റെ അടുത്തേക്ക് പോകുകയല്ല ചെയ്യേണ്ടത്. അതിനു മുമ്പ് ചെയ്യേണ്ടത്, മാൻഡേറ്ററി ചെയ്യേണ്ടത്, നിയമപ്രകാരം ചെയ്യേണ്ടത് സെബിയെ അറിയിക്കണം. സെബിയെ അറിയിച്ചു. ഇതിനാണ് പിണറായിക്ക് ചൊറിച്ചിൽ. പിണറായി ചൊറിഞ്ഞിട്ട് കാര്യമില്ല. പിണറായി അവിടെ ചൊറിയുത്തി ഇരുന്നാൽ മതി. വളരെ കൃത്യമായ എന്താ പറയാ നിയമ സംവിധാനമാണ് അദാനി ചെയ്തത്. സെബിയെ അറിയിച്ചു. സെബിയെ അറിയിക്കണം. സെബിയെ അറിയിക്കുന്നതിന് മുമ്പ് ഒരിക്കലും കേരളത്തിൽ അറിയിക്കാൻ പാടില്ല. അതാണോ നിയമം, അതാണോ ചട്ടം? പോയി പഠിക്കടോ അരുൺകുമാറെ. ഇതെന്തോ വലിയ പ്രശ്നം. സെബിയെ അറിയിച്ചത്, സെബിയെ അറിയിക്കണം. സെബിയെ അറിയിച്ച് പബ്ലിക്കിനെയും അറിയിച്ച് കഴിഞ്ഞിട്ട് മതി സംസ്ഥാനത്തെ അറിയിക്കൽ. അതാണ് ചട്ടം, അതാണ് നിയമം. നിങ്ങൾ ഇവിടെ കിടന്ന് ചൊറിഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതാണ് അദാനി കഴിഞ്ഞ ദിവസം കത്ത് നൽകി കേരളത്തിന്. അതാണ് ഇവർ പറയുന്നത്. അദാനി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നേരത്തെ ചെയ്യേണ്ടതോ ചെയ്യേണ്ട, അതാണ് നിയമം. അതിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം എന്ന് ഇവരുടെ ഒരു എന്താ പറയാ എംപവർ കമ്മിറ്റി ഉണ്ട് കേരളത്തിന്റെ. അവരത് എന്താ പറയാ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അദാനിയുടെ അപേക്ഷ. വലിയ പരിശോധനയൊന്നും വേണ്ട. വലിയ പരിശോധന കേന്ദ്രം നടത്തിക്കോളും. വലിയ പരിശോധന എന്ന് പറഞ്ഞത് എന്താണ്? ഈ തുറമുഖം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഒരു പരിശോധന നടത്തേണ്ടത്. അത് ആര് നടത്തിക്കോളും? അത് കേന്ദ്രം നടത്തിക്കോളും. ഇത് കഴിഞ്ഞിട്ട് കേരളം ഇതിന്റെ ക്ലിയറൻസ് ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കേരളത്തെ അറിയിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. കേരളത്തിന് ഇത് തടയാനൊന്നും പറ്റില്ലടോ. പിണറായിയാണ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന MSC ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരതിനെ സ്വാഗതം ചെയ്യുക. അതല്ലേ ദേശാഭിമാനി 1-ാം തീയതി ചെയ്തത്. ദേശാഭിമാനി പറഞ്ഞില്ലേ, ഞങ്ങളുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് 13,000 കോടി ഇവിടെ വന്നത്. അപ്പോഴാണ് പിണറായി പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശന് അതിന്റെ ബെനിഫിറ്റ് കിട്ടരുത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പണ്ട് ചെയ്ത പോലെ ഈ വരുന്ന കമ്പനികളെ മുഴുവൻ നമ്മൾ ഓടിപ്പിക്കണം. സതീശന് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട്. സതീശൻ ഇവിടെ സ്വകാര്യ കമ്പനികളെ, സ്വകാര്യ മൂലധന നിക്ഷേപം സതീശൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സതീശൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളത് അനുവദിക്കരുത്. കേരളം രക്ഷപ്പെടില്ലേ? കേരളം രക്ഷപ്പെടുത്താൻ നമ്മൾ സമ്മതിക്കരുത്. കേരളം ഇങ്ങനെ നശിച്ച് നറാണക്കല്ല് കാണണം. എങ്കിലേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ, നമ്മളെ ജാതക്കാളെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കേരളം രക്ഷപ്പെടരുത് എന്നാണ് ഈ അധമന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇമാതിരി അരുണും ഇമാതിരി ഈ കിണറേഷും ഇമാതിരി ബ്രിട്ടാസൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതുവരെ അദാനി ചെയ്തത് വളരെ കൃത്യമായ കാര്യമാണ്. എന്താണ്? ആദ്യം അവരെന്ത് ചെയ്തു? ആദ്യം അവര് ഈ കാര്യം ഒരു അഗ്രിമെന്റ് അവർ തമ്മിൽ ഉണ്ടാക്കി. അതിന്റെ മുന്നേ കേരളത്തെ അറിയിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ അറിയിക്കരുത്. അവരാദ്യം തന്നെ ഒരു ബൈൻഡിങ് അഗ്രിമെന്റ്, ഒരു തത്വത്തിലുള്ള അഗ്രിമെന്റ്, നിങ്ങളുടെ ഇത്ര ശതമാനം ഓഹരികൾ, ഇത്ര ശതമാനം വിലക്ക് ഞങ്ങൾ വാങ്ങും, ഇന്ന തീയതികളിലൊക്കെ അതിന്റെ പൈസ തരും എന്ന ഒരു ധാരണാപത്രം അവരെഴുതി ഒപ്പിട്ടു. അതിനുശേഷം രണ്ടാം ഘട്ടം അതാർക്ക് കൊടുത്തു? സെബിക്ക് കൊടുത്തു. ഞങ്ങൾ ഇതാ ഇങ്ങനെ ഒരു കൈമാറ്റം നടത്താൻ വേണ്ടി പോകുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളാണ് ഇത് രണ്ടും. MSC കമ്പനിയും അദാനിയുടെ കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണ്. അവർ മാൻഡേറ്ററി ആണ്. അവർക്ക് ഇത്തരത്തിൽപ്പെട്ട ഒരു ധാരണ രൂപം കൊള്ളുകയാണെങ്കിൽ അത് ആദ്യം ആരെ അറിയിക്കണം? സെബി അറിയിച്ചു. അടുത്തതാണ് അവർ പബ്ലിക്കിനെ അറിയിച്ചും കഴിഞ്ഞിട്ട്, അതും കഴിഞ്ഞിട്ടാണ് നാലാം ഘട്ടം ആരെ അറിയിക്കേണ്ടത്? സംസ്ഥാനത്ത് അറിയിക്കേണ്ടത്. അവർ കത്ത് കൊടുത്തു. ആ കത്തിനെ കുറിച്ച് എംപവർ കമ്മിറ്റി ആലോചിച്ചു വരുന്നു. എംപവർ കമ്മിറ്റി നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ എന്ത് ചെയ്യും? അതിനുള്ള അനുവാദം കൊടുക്കും. ഈ കുത്തിത്തിരിപ്പും ബഹളമൊക്കെ കാണുമ്പോൾ ഇവരാകെ ബേജാറായിട്ടുണ്ട്. ആര്? സതീശന്റെ ആൾക്കാര്, സതീശന്റെ മന്ത്രിമാര്. അവർ അവസാനം അതിന്റെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അത്രേ കുത്തകവൽക്കരണം പാടില്ല എന്നൊരു അനുബന്ധ കരാർ കൂടി ഞങ്ങൾ ഒപ്പിക്കുക. അതിന്റെ ആവശ്യമില്ലടോ. കുത്തക കരാർ പാടില്ല എന്ന് ഈ കരാറിൽ ഓൾറെഡി ഉണ്ട്. ഇത് കുത്തക MSCക്കൊന്നും കുത്തക കൊടുക്കാൻ പറ്റില്ല എന്നുണ്ട്. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഈ പറയുന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉപകരാർ ഉണ്ടാക്കി. എന്നാലും ഇവിടെ MSC എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ഇതിന്റെ 49% ഷെയറും വാങ്ങി
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് 933 കപ്പലുകളിൽ 928 കപ്പലുകളിൽ MSCയുടേതാണ്. ഇനി വരാൻ പോകുന്നത് MSCയുടേതാണ്. MSCയുടെ കപ്പലുകളൊന്നും വേണ്ട, മറ്റ് എന്താ പറയാ ചില്ലറ കപ്പലുകൾ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? മറ്റ് കപ്പലുകൾ വരാൻ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരട്ടെ, ആരും തടഞ്ഞു നിർത്തുന്നില്ലല്ലോ. ഇനി അതിന് വേണ്ടിയിട്ട് ഉപകരാർ ഉണ്ടാക്കിക്കോന്നേ. അതായിരിക്കും വലിയ കുഴപ്പമില്ലെങ്കിൽ അതിലാണ്ട് ഒപ്പുവെച്ചോ, നേരത്തെ തന്നെയുള്ള ക്ലോസ് ആണ്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ കേരളം അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ നോക്കിക്കോ, അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളം ഏറ്റവും വലിയ, നിങ്ങൾ പോലും വിസ്മയിക്കുന്ന ആ രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് മുഴുവൻ തൊഴിൽ ലഭ്യമാകുന്ന, ഇവിടുത്തെ സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ ഉതകുന്ന ഒരുപാട് അനുബന്ധ വ്യവസായങ്ങൾ കേരളത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 10 വർഷം വിഴിഞ്ഞം പോർട്ടിന്റെ ഗേറ്റുകൾ താഴിട്ട് പൊട്ടിയിരിക്കുകയായിരുന്നു പിണറായി വിജയൻ സർക്കാർ. അറിയോ നിങ്ങൾക്ക്? ആ വിഴിഞ്ഞം തുറമുഖത്തിന് അനുബന്ധ വ്യവസായങ്ങൾ, അനുബന്ധമായ സാഹചര്യങ്ങൾ ഒന്നും ഒരുക്കി കൊടുത്തില്ലാന്നേ. ഒരു അനുബന്ധ സൗകര്യങ്ങളും കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുക്കി കൊടുത്തില്ല. ഈ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് തമിഴ്നാട് വരെ അവിടെ അവരനുബന്ധ വ്യവസായങ്ങൾക്ക് ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കണ്ണും പൊട്ടിയിരിക്കുകയായിരുന്നു. അദാനിയുടെ ബലൂൺ കുറെ പറപ്പിച്ചു എന്നുള്ളതല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. VD സതീശൻ ചെയ്യുക തന്നെ ചെയ്യും. ഞാനതാ പറയുന്നത്. VD സതീശനെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ. VD സതീശനെ പഠിപ്പിക്കാൻ ആയിട്ടില്ലടോ. കാരണഭൂതമേ താനും തന്റെ ഇമ്മാതിരിയുള്ള കോമാളി കൂട്ടങ്ങളും VD സതീശനെ പഠിപ്പിക്കാൻ ആയിട്ടില്ല. നിങ്ങളൊക്കെ 50-60 കൊല്ലം പിന്നിലാ ജീവിക്കുന്നത്, മനസ്സിലാക്കിക്കോ. ഐസക് ഉൾപ്പെടെ ജീവിക്കുന്നത് 60-70 കൊല്ലം പിന്നിലാണ്. VD സതീശൻ കാണുന്നത് 40-50 കൊല്ലം അപ്പുറത്തുള്ള പുതിയൊരു കേരളത്തെയാണ് VD സതീശൻ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര ഓടിയാലും VD സതീശനൊപ്പം എത്തില്ല കൂട്ടരെ, എത്തില്ല. അതാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ, ഈ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.